ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വായലിട്ടാൽ അല്ലെങ്കിൽ പോകുന്ന ഒരു നല്ല മധുരമായിട്ടാണ് അവൽ കേസരി. റവ കേസരി പോലെ തന്നെ നല്ല രുചിയുള്ള ഒരു കേസരിയാണ് ഈ അവൽ കേസരി. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമുക്ക് ഒരു കപ്പോളം അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രൗൺ കളറായ അവലായാലും വൈറ്റ് കളറായ അവലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ ബ്രൗൺ കളർ അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത അവലായതുകൊണ്ട് തന്നെ ഒരു പാനിലേക്ക് ഇത് ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ അവൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് ഇതുപോലെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അവൽ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. നല്ലൊരു കിലുങ്ങണ പരിവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ഫ്രിഡ്ജിൽ വെച്ച നെയ്യ് ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം കശുവണ്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ കശുവണ്ടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കശുവണ്ടി ഇട്ട ആ സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത അവൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ഈ അവലൊന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അവൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. ഞാനിവിടെ ഒരു കപ്പ് അവലിന് നമ്മൾ 2 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച ഉടനെ അവലും വെള്ളം തമ്മിൽ യോജിക്കാത്ത പോലെ തോന്നും. പക്ഷെ പെട്ടെന്ന് തന്നെ അത് രണ്ടും കൂടെ യോജിച്ച് ഈ അവലൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടി നന്നായിട്ട് ഒന്ന് കുറുകി വരും കേട്ടോ. ഇപ്പം നമ്മുടെ അവൽ വെള്ളമൊക്കെ വലിച്ചെടുത്ത് കണ്ടോ, ഇതേപോലെ നല്ല കുറുകിയ ഒരു പരിവാകും. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി അവലൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കാണാൻ ഒരു ഭംഗിയില്ല, അപ്പോൾ ഒരിത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റൊന്നും ഈ കേസരിക്ക് വരില്ല കേട്ടോ, അതോർത്ത് പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം കണ്ടോ, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ട്. ഫുഡ് കളർ ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ഇവിടെ ആഡ് ചെയ്യണില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മധുരം അനുസരിച്ച് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മധുരം അധികം വേണ്ടെങ്കിൽ കുറവായാലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു അത്യാവശ്യം മധുരമുണ്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട്. എന്നിട്ട് പഞ്ചസാര ചേർത്ത് ഉടനെ കണ്ടോ, പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഏലക്കയും ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് വേറെ ഏലക്കയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ലാസ്റ്റ് 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ പറയാം എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഞാൻ പഞ്ചസാര പൊടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏലക്കയും കൂടെ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് നമ്മുടെ അവൽ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് നെയ്യാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യും ഈ അവലും പഞ്ചസാരയൊക്കെ കൂടെ ചേർന്ന് നന്നായിട്ട് ഒന്ന് നമ്മൾ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. മധുരമൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂട്ടി പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ അവൽ കേസരി ഒരുവിധം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം, പാനിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വിട്ട് കിട്ടുന്ന ഒരു പരിവായിട്ടുണ്ട്. അതാണ് നമ്മുടെ കേസരി റെഡി ആയതിൻ്റെ ഒരു പരിവം. ഒത്തിരി നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വരും. ഇവിടെ നമ്മൾ അധികം നെയ്യ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരാത്തത് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക. അങ്ങനെ നമ്മളുടെ കേസരി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് കഴിച്ച് നോക്കാം.
അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും വായിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അലിഞ്ഞു പോവും. നമ്മളധികം നെയ്യ് ഉപയോഗിക്കാതെ തന്നെ നല്ല രുചിയുള്ള ഒരു കേസരിയായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റവ കേസരി പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേസരിയാണിത്. അവൽ കൊണ്ട് ഇത്ര രുചിയായിട്ട് നമുക്കൊരു കേസരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്